ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നസ്നിം നിയാസ്. അപ്പോൾ ഇന്ന് നോമ്പ് 5 അല്ലേ. ഇന്ന് രാവിലെ തന്നെ നല്ല മടി പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റത്. അടുക്കള കയറാൻ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ഭയങ്കര മടിയായിരുന്നു. സാധാരണ വൈകുന്നേരത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കുന്നതിന് ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി വെക്കും കേട്ടോ. പച്ചക്കറി ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് വെക്കും. കുഞ്ഞിപ്പെണ്ണ അവിടെ നിന്ന് ഭയങ്കര അലമ്പാണ് കേട്ടോ. ഇന്ന് ഞാൻ കാട്ടിത്തരാം. ബാ ഇവിടെ ഇവിടെ വാ, ഇവിടെ കൈ പിടിച്ചോ. ബാ വാ 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 വാ, കൈ പിടിക്കു. വാ വെച്ചിട്ടേ വാ, കൈ പിടിച്ചുമ്മീടെ. വാ വാ. കണ്ടില്ലേ, ഡോറ് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഒക്കെ പുറത്തേക്ക് പോകണം കേട്ടോ. അപ്പം എന്താ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇന്ന്. മടി പിടിച്ചിരുന്ന പോലെ തന്നെ ഇന്ന് നമുക്കിവിടെ കറണ്ടുമില്ല. കറണ്ട് വന്നാൽ തന്നെ വോൾട്ടേജ് ഇല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, കറണ്ട് ഉണ്ടായിട്ട് ഫാൻ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ കറണ്ട് പോലുള്ള അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ ഇതാ ഇപ്പോൾ സമയം 2:45 പോണു കേട്ടോ. ഇപ്പോൾ തന്നെ നേതാപ്പിയും വരും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. കുഞ്ഞിപ്പെണ്ണിന് ഫുഡെല്ലാം കൊടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ആ പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഇത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് നെയ്ച്ചോറും ബീഫാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ആ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. കണ്ടോ, പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാലും കൈയൊക്കെ പൊള്ളും, അത്ര വെയിലാണ്. അപ്പോൾ ഈ പുറത്ത് പോയി ജോലി എടുക്കുന്നവരൊക്കെ സമ്മതിക്കണം അല്ലേ, നോമ്പും പിടിച്ചിട്ട്. വാ വാ. കുഞ്ഞിപ്പണ വാതിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, അപ്പം ചാടി ഇറങ്ങും. പിന്നെ പുറത്ത് വെയിലാണെങ്കിലും ഇവിടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പുറത്തിരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. നോമ്പുണ്ടാ ഇവിടെ മോന്? നോമ്പുണ്ടാ? നോമ്പുണ്ടാ? ഉണ്ടാ? ഹെഡ് എവിടെ? ഹെഡ് ഹെഡ് എവിടെ ഇവിടെ മോൻ്റെ? പല്ലല്ല, ഹെഡ്. തല എടുത്ത ഹെഡ് കാണിച്ചു കൊടുത്ത. പല്ലെവിടെ? പല്ല്. ചെവി എവിടെ? ചെവി ചെവി എവിടെ? ചെവി ക്ലാപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തേ. ഹാൻഡ്സപ്പ് കാണിച്ചു കൊടുത്തേ. ഹാൻഡ്സപ്പ് ഹാൻഡ്സപ്പ്. ഒരവ്വ നമ്മിക്ക് ഒരവ്വ. ഔ ഒരവ്വന്ന്. അമ്പല്ല, അവ്വ അവ്വ അവ അവന്ന്. ഓ കുഞ്ഞിപ്പെണ്ണിന്റെ മൂക്കിന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ. ബർത്ത്ഡേ ആവാറായിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ പനിയൊക്കെ വരാനാന്ന് തോന്നണുണ്ട് അല്ലേ? ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇന്നലെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുഞ്ഞിപ്പെണ്ണൊക്കെ എണീറ്റാണ് എനിക്ക് എഴുതാനൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഒരുപാട് നേരം ഇരുന്ന് എഴുതിയിട്ട് എന്താണെന്നറിയില്ല ഗൈസ്, അങ്ങോട്ട് തീരുന്നില്ല കേട്ടോ. എഴുതാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടാം. ഞാൻ എഴുതാനുള്ള പേപ്പേഴ്സൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പം അങ്ങനെ. അപ്പം ഇനി നമുക്ക് കിച്ചൺ ഡ്യൂട്ടി. ഇനി നമുക്കിനി അടുക്കളയിലെ പണിയിലേക്കൊക്കെ കിടക്കാം. ഇതൊക്കെ നല്ല കാറ്റും കിട്ടും വെയിലാണെങ്കിൽ. ഈ വഴി കൂടിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ബാക്ക് സൈഡിൽ കൂടിയാണ്. അയ്യോ, ഇവക്കൊരു സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും നമ്മൾ പാത്രത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഫുള്ള് അങ്ങോട്ടേക്ക് കമത്തും. അപ്പൊ ഞാൻ ഓച്ചോ പോയല്ല, എല്ലാം പോയല്ല. അങ്ങനെ അരിയാനെടുത്തതെല്ലാം പിന്നെ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, കാരണം കുഞ്ഞിപ്പണ്ട് ഭയങ്കര അലമ്പാടുന്ന ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഒരേന്ന് വിളിക്കും, അതെല്ലാം അവിടെ വിടർത്തിയിടും. അപ്പം എനിക്ക് 2 ഇരട്ടി പണിയാവുന്നത് കൊണ്ടിട്ട് എന്തായാലും ഞാൻ അവൾ ഉറക്കിയിട്ട് സമാധാനമായിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ലക്ഷണം കണ്ടിട്ട് ഉറങ്ങണത് ഒരു വഴിക്കും പോണില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു നമുക്കന്ന് കസ്റ്റാർഡ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്കൊരു കയ്യിലൊക്കത്ത് പിടിച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാമല്ലോ, ഈസിയാണല്ലോ. അപ്പോൾ കസ്റ്റാർഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു പാക്കറ്റ് പാല് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതുണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ
ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കളഞ്ഞിട്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കളഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഓൺ വോയിസ് കൊടുക്കുന്നത്. കാരണം മറ്റേ എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ പോലെ ഇരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചൊരു ഗ്ലാസ്സിൽ പൊടി കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിക്കണത്. അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകുക. കുഞ്ഞിപ്പടിന് കുറച്ച് കയ്യിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് താഴ്ത്തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈ പിടിക്കുമ്പോൾ അവൾക്കൊരു സ്വഭാവമുണ്ട്, ഒരൊറ്റ തട്ടാണ് കേട്ടോ. പിന്നെ നമ്മളത് തെറിച്ച് പോയി അവിടെയായി ഇവിടെയായി തുടച്ച് നമ്മുടെ പണിയൊന്നും നടക്കൂല കേട്ടോ. അങ്ങനെ നന്നോട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ച് പോകുക. അപ്പോൾ എന്താ പറയുക, കട്ട പിടിച്ച് കുറുകിപ്പോയാൽ പിന്നെ രസം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചിട്ട് വേണം കേട്ടോ പാലിലേക്ക് ഇതാക്കുക. പിന്നെ ഒരു പാക്കറ്റ് പാലിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. പാല് മാത്രം പോരാ. അങ്ങനെ ഇതുപോലെ ആവും കേട്ടോ. പൊടി നമ്മൾ അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ പോയി കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ ഗ്യാസെല്ലാം ഓഫ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് പിന്നെ ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നെതാപ്പ് ഇപ്പം തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഡോറ് തുറന്നിട്ടേക്കാൻ നടക്കുന്ന അവസ്ഥ. നെതാപ്പ് അതിലാണ് കേട്ടോ. അതിൽ വരണത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഡോറ് തുറക്കുമ്പോൾ സൗണ്ട് ഒക്കെ നമുക്ക് പോവാമല്ലോ. നെതാപ്പി വന്ന ടൈമായപ്പോൾ പിന്നെ എനിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. പെട്ടെന്ന് വണ്ടി വന്ന് ഓടി പോകാൻ പറ്റില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നെതാപ്പിനെ വിളിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭയങ്കര വെയിലാണ് കേട്ടോ. അങ്ങനെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. നട്ട് വെച്ചപ്പോൾ വെയിലാണെങ്കിൽ 3 മണിക്കാണ് കേട്ടോ ഇപ്പോൾ സ്കൂൾ ബസ് വന്നത്. അതുകൊണ്ട് ചെറിയൊരു സമാധാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നടന്ന് ചെന്നപ്പോൾ തന്നെ ആയിട്ട് വീഗപ്പം തന്നെ ബസ് വന്നു കേട്ടോ. ബസ് വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നെതാപ്പി കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ നിന്നേനെ. നെതാപ്പിയുടെ ഒറ്റ ഓട്ടമാണ് കേട്ടോ ബസ് ഇറങ്ങി അപ്പം തന്നെ. അപ്പോൾ എനിക്ക് നെതാപ്പിയുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് നിന്നതാണേ. അങ്ങനെ കസ്റ്റാർഡ് ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് കേട്ടോ. 2-3 തവണ ഓഫാക്കിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയായിക്കൊള്ളില്ല. അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അത് കഴിഞ്ഞത് അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫും വെച്ചിട്ടുണ്ട്. ബീഫ് പെട്ടെന്ന് തന്നെ അതിൽ തന്നെ എല്ലാം കട്ടാക്കിയിട്ടിട്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് അടിക്കാനിട്ട് ചെയ്യുന്നത്. പിന്നെ കിഴങ്ങിന് നെതാപ്പിക്ക് ബീഫ് അത്രയും വലിയ ഇഷ്ടമല്ല കേട്ടോ. ചിക്കനാണ് നെതാപ്പിയുടെ ഫേവറേറ്റ്. അപ്പോൾ നെതാപ്പി ബീഫ് കറി വെക്കുമ്പോൾ അതിലെ കിഴങ്ങാണ് കേട്ടോ കഴിക്കൽ. ബീഫ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ നെതാപ്പിക്ക് വേണ്ടിയിട്ട് ബീഫിലേക്ക് കുറച്ച് കിഴങ്ങും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് 2 ദിവസം മുന്നേ മേടിച്ച ബീഫിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ കിഴങ്ങും കൂടി ഇട്ട് വെക്കുമ്പോൾ പിന്നെ സെറ്റ് ആവുമല്ലോ. അങ്ങനെ ബീഫും ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി സലാഡ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ. കുഞ്ഞു പണികളൊക്കെ ഞാൻ ആദ്യമേ ചെയ്ത് വെക്കുക. സലാഡ് ഉണ്ടാക്കുക, പപ്പടം വറുത്ത് വെക്കുക, അങ്ങനെയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് സവാള കരിഞ്ഞിട്ട് പച്ചമുളകൊക്കെ ഇട്ട് സുറുക്കിയാണ് കേട്ടോ. ഇവിടെ തൈര് ഇക്കാക്ക കൂട്ടാത്ത കാരണം തൈര് ഒഴിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് തൈര് ഒഴിച്ചതാണ് ഇഷ്ടം. പക്ഷേ ഇക്കാക്ക കൂട്ടാത്ത കാരണം പിന്നെ എനിക്ക് രണ്ടാക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് ഞാൻ സുറുക്ക ഒഴിച്ച് വെക്കാമെന്ന് വെച്ചാൽ ആ സമയം ഒഴിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിടിക്കൂലേ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് കാക്കുന്ന നാരങ്ങള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോമ്പായിട്ടുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നാരങ്ങള്ളം കലക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കസ്കസ് ഇട്ടിട്ട് ഫ്രീസറിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല തണുപ്പോടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുമല്ലോ. അപ്പോൾ ഞാനിതാ പഞ്ചസാരയും കലക്കി കസ്കസ് ഇട്ടിട്ട് വെക്കാൻ കേട്ടോ. നാരങ്ങ ആ ടൈം ആകുമ്പോൾ പിഴയാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതാക്കി വെക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി പരിപ്പറി വെക്കണം കേട്ടോ. നമുക്ക് ഈ പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഊത്തുചോറ് കിട്ടുമല്ലോ, അതിലുണ്ടാവണ പരിപ്പില്ലേ, ആ പരിപ്പാണ് കേട്ടോ ഇത്. അത് നമുക്ക് പരിപ്പിടുക, തക്കാളി, കുറച്ച് കൂടുതൽ തക്കാളി തന്നെ, തക്കാളി, സവാള, ഒരു പച്ചമുളകും കീറി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുക്കറിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ലാസ്റ്റ് നമുക്ക് കടുക് താളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി പരിപ്പറി റെഡിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പരിപ്പറി നെയ്ച്ചോറിന്. അങ്ങനെ നമ്മുടെ പരിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കണം. അപ്പോൾ ഒരു കുറച്ച് വേവാവണതിന് മുമ്പ് നമ്മൾ ഗ്യാസ് ഓഫാക്കുക. വിസൽ മൊത്തം പോയിട്ട് വേണം കേട്ടോ പിന്നെ കുക്കർ തുറക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിഴങ്ങും ഇട്ടിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇക്കാക്ക് ഇടയത്തായത്തിന് വൻപയറും ഗോതമ്പിൻ്റെ പുട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ വൻപയർ വെള്ളത്തിലിട്ടാണ്. ഇതൊന്നും ഇപ്പം ഉണ്ടാക്കില്ല കേട്ടോ. ഇതിന് കിടക്കാൻ നേരത്താകുമ്പോൾ ഉണ്ടാക്കുക. ഇതൊക്കെ പെട്ടെന്ന് കഴിയണ പണിയാണല്ലോ. കിടക്കാൻ നേരത്താണ് കേട്ടോ ഉണ്ടാക്കുള്ളൂ. ഇടയത്തായത്തിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ എൻ്റെ പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടോ. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നെയ്ച്ചോറും ബീഫൊക്കെ ആണെങ്കിൽ നമുക്ക് 10 മിനിറ്റാണ് ശരിക്കും പണിയായി കേട്ടോ.
ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല. നല്ല സുഖമാണ്. കുക്കറിൽ നമുക്ക് 2 അടി അങ്ങനെ അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പണി നേരത്തെ കഴിഞ്ഞു കേട്ടോ. വഴി കയറി നേരത്തെ കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു പണികളൊക്കെ എന്തായാലും നേരത്തെ കഴിഞ്ഞതല്ലേ, നമുക്ക് സലാഡിനുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ആപ്പിളും കറുത്ത മുന്തിരിയും പച്ചമുന്തിരിയും പഴവും പിന്നെ കുറച്ച് ഈന്തപ്പഴമാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കടയിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കിതിൽ മാതളം നട്ട്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാതളം കിട്ടിയില്ല, പിന്നെ നട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സും തണുക്കും. പിന്നെ കസ്റ്റാർഡ് ഞാൻ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടോ, നാരങ്ങൾ കലക്കി വെച്ചപ്പോൾ തന്നെ ഫ്രീസറിൽ കസ്റ്റാർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വേണം. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഫ്രൂട്ട്സ് എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രൂട്ട്സും കൂടി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലോണം തണുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ചായ വെക്കലൊക്കെ ഉമ്മച്ചിയാണ് കേട്ടോ. ഉമ്മച്ചി ചായയൊക്കെ വെച്ചോളും. അപ്പോൾ പിന്നെ ആ പണിയൊന്നും ഇല്ലാത്ത തന്നെ വൈകുന്നേരം കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ ഇതെല്ലാം ഇതുപോലെ എല്ലാം ഞാൻ ഡപ്പയിലാക്കി കട്ടാക്കി ഡപ്പ അടിച്ചു ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നെതാപ്പി കഴിക്കാതെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. പഴമൊന്നും നെതാപ്പി കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിലാവുമ്പോൾ ആ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിച്ചോളൂല്ലോ. അങ്ങനെ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വൈകുന്നേരമായി പിക്കാക്ക വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വൈകുന്നേരം ടൈം ആയപ്പോൾ നമ്മുടെ സലാഡിലേക്ക് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആക്കിയിട്ട് റെഡിയാക്കാൻ കേട്ടോ. ഇതെല്ലാം ഫ്രീസറിൽ വെച്ചത് കണ്ടോ, നമ്മൾ ഓഫാക്കിയപ്പോൾ ഇത്രയും കട്ടി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ കുറച്ച് നല്ല തിക്കായിട്ട് ഇതേപോലെ ഇരിക്കണം കേട്ടോ. എനിക്ക് ഇതുപോലെ ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതാ നല്ല അടിപൊളിയായിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോൾ പൊടി ഇട്ടപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ പറയാൻ വിട്ടുപോയി. അങ്ങനെ നോമ്പ് തുറക്കാനുള്ളത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടേബിളും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്കാക്ക കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് നടക്കേണ്ട പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കൊച്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മത ഇടയത്താഴത്തിന് വേണ്ടിയിട്ടുള്ള പുട്ടിൻ്റെ പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി വിചാരിച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഉമ്മ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നനച്ച് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നോമ്പ് തുറയുടെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ അതിനിടയിൽ കടയിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ നെതാപ്പിന് ഓലി എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നെയ്ച്ചോറും ബീഫൊക്കെ ഞാൻ കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിച്ച് നിസ്കാരം ദ്രാവിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ സലാഡ് കുടിക്കുന്നത്. ഇപ്പോൾ ഏകദേശം രാത്രി 9-10 മണിയാവാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെതാപ്പി ഇവിടുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പിന് ശേഷം ഇത്രയോളം ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ